ഹലോ, നമുക്കിന്ന് തട്ടുകട സ്റ്റൈലിൽ നല്ലൊരു മുട്ട ബജ്ജി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ കടലപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് അളവിൽ കായും അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ആവശ്യാനുസരണം അല്പം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല തിക്കാക്കിയിട്ടൊന്ന് എടുക്കാം. ഇനി ഒരു 3 മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ സെൻറ്ററിലായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഈ മുട്ട ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ആ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ ബാക്കിയുള്ള സൈഡൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നാക്കി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഫൈനലി നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.